കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം ജൂൺ 19. വായനാ ദിന സന്ദേശം എന്താണ്? വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നത് ആരുടെ വാക്കുകളാണ്? പി.എൻ. പണിക്കർ. പി.എൻ. പണിക്കർ ജനിച്ച വർഷം? 1909. ആരുടെ ചരമദിനമാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം പി.എൻ. പണിക്കർ. പി.എൻ. പണിക്കരുടെ മുഴുവൻ പേരെന്താണ്? പുതുവഴിയിൽ നാരായണ പണിക്കർ. പി.എൻ. പണിക്കരുടെ ജന്മസ്ഥലം? നീലംപേരൂർ. ഏത് വർഷം മുതലാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? ഉത്തരം 1996 മുതൽ. ഏതു സംസ്ഥാനമാണ് വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനായി റീഡിംഗ് മിഷൻ ആരംഭിച്ചത്? ഹരിയാന. ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? 2017. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത്? ജൂൺ 19 മുതൽ 25 വരെ. ഏത് രാജ്യത്താണ് ആദ്യമായി വായനശാലകൾ നിലവിൽ വന്നതായി കരുതപ്പെടുന്നത്? ഉത്തരം ഗ്രീസ്. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര്? പി.എൻ. പണിക്കർ. മഹാകാവ്യങ്ങളൊന്നും എഴുതാതെ മഹാകവി എന്നറിയപ്പെടുന്നതാര്? കുമാരനാശാൻ. പി.എൻ. പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? ഉത്തരം 2004. കേരള ഗ്രന്ഥശാല സംഘം ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ. പി.എൻ. പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ്? ഉത്തരം ക്രൂപ്സ്കായ അവാർഡ്. ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം? വർത്തമാന പുസ്തകം. അറിവാണ് ശക്തി എന്ന് പറഞ്ഞതാര്? ഫ്രാൻസിസ് ബേക്കൺ. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ സ്വാധീനിച്ച പുസ്തകം? അൺടു ദിസ് ലാസ്റ്റ്. കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി രൂപീകൃതമായതെന്ന്? ഉത്തരം 1977. ആരുടെ സ്മരണാർത്ഥമാണ് ലോക പുസ്തക ദിനം ആചരിക്കുന്നത്? ഉത്തരം വില്യം ഷേക്സ്പിയർ. കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാര്? സ്വാതി തിരുനാൾ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത്? കുന്തലത. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക? വിദ്യാവിലാസിനി. കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാര്? ഉത്തരം സ്വാതി തിരുനാൾ. കുന്തലതയുടെ കർത്താവാര്? ഉത്തരം അപ്പു നെടുങ്ങാടി. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? ഉത്തരം അവകാശികൾ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏത്? ഉത്തരം ഇന്ദുലേഖ. ഇന്ദുലേഖയുടെ കർത്താവ്? ഉത്തരം ഒ ചന്തുമേനോൻ. കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? സെപ്റ്റംബർ 14. പഞ്ചതന്ത്രം കഥകൾ രചിച്ചതാര്?
വിഷ്ണു ശർമ്മ. ജ്ഞാനപീഠം പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആര്? ജി ശങ്കരക്കുറുപ്പ്. ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം SR രംഗനാഥൻ. ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ദേശീയ ലൈബ്രറിയൻ ദിനം എന്നാണ്? ഉത്തരം ആഗസ്റ്റ് 12. മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് നോവൽ ഏത്? ഉത്തരം ധൂമകേതുവിന്റെ ഉദയം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇതാരുടെ വരികളാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏത്? ജ്ഞാനപീഠ പുരസ്കാരം.